ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതും സൺഡേയിലെടുത്ത വീഡിയോ കേട്ടോ. സൺഡേയിൽ നമ്മൾ ചർച്ചിലൊക്കെ പോയി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അപ്പോഴേ ഇറങ്ങി കേട്ടോ. നമുക്ക് വീട്ടിൽ വരെ പോകണമായിരുന്നു. അങ്ങനെ ഇറങ്ങി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഷോർട്സ് മാത്രമല്ല, ലോങ് വീഡിയോസ് ഇടുന്നതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങൾ വെറുതെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോയാലേ പിന്നെ നമുക്കതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതാവും കേട്ടോ. അപ്പം ദയവ് ചെയ്ത് എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് പൊരിപ്പ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇറങ്ങി. വലിയാറ്റി അച്ഛൻ ചെരുപ്പൊക്കെ ഇടാതെയാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ ഇവിടെ ചെന്ന് നിന്നപ്പം കാല് പൊള്ളി. അങ്ങനെ വീണ്ടും തിരിച്ചു വന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ തന്നെ പോകും കേട്ടോ. ഒന്ന് വന്നതാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് കുറച്ച് നേരമൊക്കെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെന്താണ്, അപ്പോൾ ഇതാണെങ്കിലേ ഞാൻ 1K ആയതിൻ്റെ തലേന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ 1K ആവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ മേടിച്ചെന്ന് മമ്മി ചക്കയൊക്കെ വേവിച്ചു കേട്ടോ. എനിക്ക് ചക്കയൊക്കെ ഇങ്ങനെ ചക്കയായാലും കപ്പയായാലും വേവിക്കുന്നത് ഇങ്ങനെ അളിഞ്ഞിരിക്കണം കേട്ടോ. അതാ ഇഷ്ടം കേട്ടോ. അങ്ങനെ ചക്ക വേവിച്ചതും നല്ല സൂപ്പർ മീൻകറിയൊക്കെ കൂട്ടി അതൊരു പിടി അങ്ങ് പിടിച്ചു കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ചായയും നമ്മുടെ ഉഴുന്നോടെ ഇതൊക്കെ കഴിച്ചു. അപ്പം വലിയപ്പായും വന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മളപ്പം തന്നെ അതൊക്കെ കഴിച്ചിട്ട് അന്നേരം തന്നെ നമ്മളങ്ങ് ഇറങ്ങി കേട്ടോ. നമുക്ക് ടൗണിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ടൗണിൽ പോയി. കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ചന്തയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കണമായിരുന്നു. 1K ആയതിൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച ഷോ. പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ. സാരമില്ല, നമുക്ക് നോക്കാം. 2-3 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്താലും കുഴപ്പമില്ലല്ലോ. അപ്പം നമുക്ക് നോക്കാം. കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി കട്ട് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. നടക്കുമോ എന്തോന്നും അറിയില്ല, എന്നാലും നോക്കാം. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ വന്ന് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് എവിടെയായിരുന്നു, അച്ചാച്ചന് ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അവിടെ പോയി ചെരുപ്പ് വാങ്ങിക്കാനുള്ള ഇതിലായിരുന്നു. അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു. പക്ഷേ വീഡിയോ എടുക്കാനുള്ള ചമ്മലാട്ടോ. എല്ലാവരും വീഡിയോ എടുക്കുന്ന പോലെ നിന്നങ്ങോട്ട് എടുക്കാൻ എന്തോ ഒരു മടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊരു മടി. എന്നാലും അതിൻ്റെ അറ്റം മൂലമൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ വേറെ നമ്മളെവിടെ പോയി, ചെന്നപാടെ കുഞ്ഞുണ്ടാപ്രി തറയിൽ അവിടെ അങ്ങ് ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഊട്ടുപുരയിൽ, നമ്മുടെ അലുമുക്കിൽ അപ്പുറത്തൊരു സ്ഥലം കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണേ. ഊട്ടുപുരയിൽ കയറി കേട്ടോ. അവിടെ ഇപ്പോൾ തുടങ്ങിയത്. ആരോ ഫോണിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഐസ്ക്രീം, ബ്രൗണി, ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ അകത്തൊക്കെ ഇതാക്കിയിടും. അങ്ങനെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കയറി. അപ്പോൾ ജോക്കുട്ടന് ഷാർജ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് കയറി കേട്ടോ. നല്ല അവിടെ ഒരു സൂപ്പറാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഇരിക്കാൻ കേട്ടോ. അവിടെ മറ്റേ എല്ലാ ഇതും ഉണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ ചോറായാലും പൊറോട്ടയായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് ഐസ്ക്രീമൊക്കെ അവർ തന്നെ ഇപ്പം തുടങ്ങിയതാട്ടോ. അങ്ങനെ ഫസ്റ്റ് ഇരിക്കുന്ന സ്ഥലമൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമായിരുന്നു. അവിടെയൊക്കെ വന്ന് അച്ഛൻ നല്ല തിളത്തിപ്പാട്ടൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഷാർജ ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ഷാർജയായിരുന്നു കേട്ടോ. പക്ഷേ ജോക്കുട്ടൻ ഷാർജ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ജോക്കുട്ടൻ ശകലം മാത്രമേ കുടിച്ചുള്ളൂ. ഒരു ശകലം കുടിച്ചു. ബാക്കി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കുടിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് ആ ബ്രൗണി ഇത് അത്രയും അങ്ങോട്ട് പഠിക്കും. അത് കണ്ടു നോക്കാം കേട്ടോ. സൂപ്പറാട്ടോ. അതെന്തോ സൂപ്പറാന്ന് പറഞ്ഞാൽ ഷാർജ സൂപ്പറാണ്. മറ്റേ നമ്മുടെ ആ ബ്രൗണി അതിൽ നിന്ന് ഇങ്ങനെ പുക വരികയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു തീ പിടിച്ച് വിടുമ്പത്തവും കത്തിപ്പോകുമെന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെയാണ് ചോക്ലേറ്റിൻ്റെ അകത്ത് ഇങ്ങനെ എന്തൊക്കെയോ പുകയോ കാര്യങ്ങളോ ഒക്കെ വന്നിങ്ങനെ ബ്രൗണിയൊക്കെ അതിലിട്ട്, പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ ഒഴിച്ച്, പിന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ച് നല്ല ചൂടാട്ടോ. വാവള്ളിപ്പൊന്ന് ചൂടാട്ടോ അതിന്. അത് ഞാൻ അതിൻ്റെ വീഡിയോസും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ, അവർ ചെയ്യുന്നത് കാണാൻ. ഇങ്ങനെ പുക ഇങ്ങനെ വരുന്നത് കാണാനേ. പക്ഷെ കഴിക്കാൻ എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. കാരണം ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് വച്ചാച്ചനും പിള്ളേരും കഴിച്ചില്ല കേട്ടോ. അത് ഞാൻ പിന്നെ കളയണ്ടാലോ, നമ്മൾ വാങ്ങിച്ച സാധനം എങ്ങനെ കളയും എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചു അത് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ.
ആ ചോക്ലേറ്റ് ആ സിറപ്പ് അതിൻ്റെ അകത്തുനിന്ന് കേട്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ. അതിൻ്റെ പുകയടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ക്യാമറയിലോട്ട് അതിൻ്റെ ഇത് വന്ന് അടിക്കുകയാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഐസ്ക്രീം വെച്ചിട്ട് പിന്നെ അതിന് മേളിൽ ചോക്ലേറ്റ് ഗനാശ വെച്ചു. പിന്നെ കുറേ കളറുള്ള നമ്മുടെ എന്ത് പറയുന്നത് അതുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷെ എനിക്ക് വെച്ചൊന്നും ചോക്ലേറ്റ് അത്ര പിടിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഷാർജ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതിലേക്ക് പോകുന്നവരുണ്ടെങ്കിലേ അവിടെ കയറി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ സൺഡേയിലെ വീഡിയോ കേട്ടോ. അപ്പം നമുക്ക് കേക്ക് മുറിക്കാൻ പറ്റിയില്ലെങ്കിലും 1K ആയതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ ഞങ്ങൾ ഇങ്ങനെ തീർത്തു എന്ന് കരുതിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.